സാർ, നമ്മുടെ തൊട്ടയൽവക്കത്ത് തമിഴ്നാട്ടിലും അങ്ങകലെ വങ്കദേശത്തും ബംഗാളിലും വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് രണ്ടിടത്തെ രാഷ്ട്രീയ സാഹചര്യം. രാഷ്ട്രീയ സാഹചര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ഈ കൊട്ടിക്കലാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രചാരണ പര്യടന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന വിവരം ബംഗാളും തമിഴ്നാടും ആരും ജയിക്കാൻ സാധ്യതയുണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഒന്ന് പറയാമോ സാർ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും നിർണായകമായ കാര്യം പറയണമെങ്കിൽ അതിന് ബംഗാളിൽ 152 സീറ്റുകളിലേക്കാണ് ഇപ്പം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതിൽ ഏതാണ്ട് 52-53 സീറ്റുകൾ BJP കഴിഞ്ഞ തവണ പിടിച്ചതാണ്. ഇനി ഇതിൽ എത്ര കൂടുതൽ BJP പിടിക്കാൻ കഴിയുന്നു? BJPക്ക് 100-അടുപ്പിച്ച് സീറ്റുകൾ ഇവിടെ പിടിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഈ വരുന്ന റിസൾട്ടിന്റെ ഒരു ഫലം. അതായത് ഇവിടെയാണ് BJPക്ക് കൂടുതൽ, അതായത് വടക്കൻ ബംഗാളിൽ അവിടെയാണ് BJPക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ളത്. അവിടെ എത്രത്തോളം BJP സ്കോർ ചെയ്യുന്നോ അത്രയ്ക്കും ഇനി വരുന്ന മറ്റ് രണ്ടാം ഘട്ടത്തിൽ അത്രയും അനായാസമായിട്ട് അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയും. ഇതിലെ ഭൂരിപക്ഷം എത്രത്തോളം സീറ്റുകളിൽ കിട്ടും. അപ്പൊ ഇത് 100-അടുപ്പിച്ച് സീറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJPക്ക് അതൊരു വലിയ നേട്ടമാണ്. മമത അടിപതറും എന്നുള്ളതാണ് അതിനകത്ത് കാണിക്കുന്നത്. ബാക്കി പിന്നെ അവർക്ക് സാവകാശം നീങ്ങാനായിട്ടുള്ള ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടുന്ന വിധത്തിൽ അവിടെ വരാൻ സാധിക്കും. അതാണ് അവിടുത്തെ ബംഗാളിലെ കാഴ്ച. ഒന്നാമത്തേതാണ്. തമിഴ്നാട്ടിൽ വന്നാൽ തമിഴ്നാട്ടിൽ നമുക്കറിയാം ഇന്ന് വരെ ഇല്ലാത്ത ഒരു ത്രികക്ഷി ത്രികോണ മത്സരം നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ചിലയിടത്തൊക്കെ ചതുഷ്കോണം ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. സീമാന്റെ പാർട്ടിയും ചിലയിടത്തൊക്കെ വലിയ തോതിൽ വരുന്നുണ്ട്. എങ്കിലും അത് ത്രികോണ മത്സരവും നമുക്ക് 234 എടുക്കുമ്പോൾ നമുക്ക് ത്രികോണമെന്ന് നമുക്ക് വിലയിരുത്താം. അങ്ങനെ വരുന്ന ഇവിടുത്തെ ഫൈറ്റിൽ 66 സീറ്റാണ് കഴിഞ്ഞ തവണ ADMK കിട്ടിയത്. അപ്പം 118 സീറ്റാണ് ഇവിടെ ഭൂരിപക്ഷത്തിന് വേണ്ടത്. 66 സീറ്റ് എന്ന് പറയുന്നത് 100-നപ്പുറം കൊണ്ടുപോകേണ്ട ജോലി ഈ ഒന്നാം അതിൽ ഘട്ടമില്ല, അതിൽ 100-നപ്പുറം കൊണ്ടുപോകേണ്ട ജോലി ആർക്കാണ്? ADMK-ക്കാണ്. ADMK ഒറ്റയ്ക്ക് അത്ര ഒരു ഭാരം ചുമക്കണം. കാരണം BJPക്ക് 27 സീറ്റേ ഉള്ളൂ. അപ്പൊ അവർക്ക് അണ്ണാമല പറയുന്നത് 27 ഞങ്ങൾ ജയിക്കുമെന്നാണ്. എങ്കിലും കഴിഞ്ഞ തവണത്തെ 4-ൽ നിന്നും വളരെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകും. കാരണം കഴിഞ്ഞ തവണ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 10-11 മണ്ഡലങ്ങളിൽ അവർ 2ാം സ്ഥാനത്ത് വന്നു. ആ മണ്ഡലങ്ങളിലെല്ലാം ഇപ്പൊ വിജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കന്യാകുമാരി, തിരുപ്രക്കുണ്ടത്തിന്റെ സമീപപ്രദേശങ്ങളിലൊക്കെ ഉള്ള സീറ്റുകളിൽ പലതിലും ഈ BJPക്കും അല്ലെങ്കിൽ സഖ്യത്തിന് വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഘടകം എനിക്ക് പറയാനുള്ളത് വിജയ് എന്ന ഫാക്ടർ. മൂന്നാം മുന്നണി അല്ലെങ്കിൽ മൂന്നാം ബദൽ എന്ന് പറയുന്ന വിജയ് എത്രത്തോളം വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ്. വിജയുടെ നേതൃത്വത്തിൽ ജയിക്കുന്നത് മാത്രമല്ല, വിജയ് പിടിക്കുന്ന വോട്ടുകളും അത് വളരെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോ പറയുന്നത് 10-12% വരെ പോകാം, അങ്ങേയറ്റം 15 എന്നാണ്. പക്ഷെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് അത് 20% വരെ ആകാം എന്ന് പറയുന്നുണ്ട്. 20% വരെ ആയാൽ കളി മാറും. നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു നിർണായക ശക്തി വിജയ്ക്ക് ഒരു 30-ന് മേൽ 34 സീറ്റ് വരെ പിടിക്കാൻ കഴിയാം. അങ്ങനെയാണെങ്കിൽ ADMK-ക്ക് വളരെ അനായാസമായിട്ട് ഭരണത്തിൽ കഴിയും. കാരണം 66 എന്നുള്ള ഇപ്പോഴത്തെ സംഖ്യ അവരെന്തായാലും മെച്ചപ്പെടുത്തും. കുറച്ചുകൂടെ സീറ്റുകൾ 100-നടുപ്പിച്ചാക്കി അവർ കൊണ്ടുവരും. 4 എന്നുള്ളത് BJP മെച്ചപ്പെടുത്തി കൊണ്ടുവരും. 15 സീറ്റ് ഉറപ്പാണ്. അപ്പോ അങ്ങനെ തന്നെ അവർക്ക് ഏതാണ്ട് ഒരു 118 അവിടെ വേണ്ടത്. ഒരു 110 ഒക്കെ എത്താൻ കഴിഞ്ഞാൽ പോലും പിന്നെ വിജയുടെ 34 എന്ന് പറയുന്നത് വലിയ ഒരു സംഖ്യയാണ്. അല്ലെങ്കിൽ 30 ആയാൽ, വിജയുടെ 20 ആയാൽ പോലും, വിജയ് 20 സീറ്റ് പിടിച്ചാൽ പോലും ഒരു പക്ഷേ അത് ADMK മുന്നണിക്ക് കൂട്ടായി വരും. വിജയ് ഇത്രയധികം DMK-ക്ക് അത് വലിയ വെല്ലുവിളിയുമായി മാറും. DMK-ക്ക് ഇത്ര എതിർത്തിട്ട് DMK-യുടെ സപ്പോർട്ടർ ആവാൻ വിജയ്ക്ക് കഴിയില്ല. ഒന്നുകിൽ വിജയ് ന്യൂട്രൽ ആവണം, അല്ലെങ്കിൽ BJP NDA സഖ്യത്തിനൊപ്പം പുറത്തു നിന്ന് പിന്തുണ കൊടുക്കുക. അങ്ങനെയൊക്കെ ചില ഗിമ്മിക്കുകൾ, അതായത് കണ്ടില്ല എന്നുള്ള മട്ടിൽ സപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു തണലിൽ പാർട്ടിയെ വളർത്തുക.
അപ്പം അത് വിജയ്ക്ക് സാധിക്കുന്ന ഒരു സന്ദർഭം ഇതാണ്. വിജയ് 15% കടന്നാൽ പോലും ഒരു 20 സീറ്റ് വിജയ് വിജയിക്കും. ആ 20 സീറ്റ് ചെറിയ കാര്യമല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, BJP മുന്നണി ഒരു 100-ഉം 110-ഉം വന്നാൽ പോലും വിജയുടെ 20 സീറ്റും കൂടെ ചേർന്നാൽ, ഇനി 100 ആയാൽ പോലും 118 മതി അവിടെ ഭൂരിപക്ഷം. അപ്പൊ വിജയുടെ 100 ആയാൽ ഇവരുടെ 100 സീറ്റേ കിട്ടിയുള്ളൂ എന്ന് വിചാരിച്ചു. 66 എന്നുള്ളത് അവര് കുറച്ച് ഒരു 10-15 കൂട്ടിയുള്ളൂ. BJPയും ഏതാണ്ട് ഒരു 15 സീറ്റേ പിടിച്ചുള്ളൂ. എല്ലാം കൂടെ 85-ഉം പിന്നെ ഒരു 15 100 കിട്ടിയുള്ളെങ്കിൽ പോലും ഈ ഒരു 20 സീറ്റ് മതി. 120 അവർക്ക് തമിഴ്നാട് തലവര മാറ്റി എഴുതി ഒരു പുതിയ ഭരണം കൊണ്ടുവരാനായിട്ട്. അതായത് സ്റ്റാലിൻ സാർ മാറ്റണം, പുറത്തു പോകണമെന്നാണ് സഖാവ് സ്റ്റാലിൻ എന്നാണ് തമിഴ് ജനത വിജയ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സ്റ്റാലിൻ സാർ ഭരണം മാറണം എന്നാണ് വിജയ് പറയുന്നത്. അത് കളിയാക്കിയാണ് പറയുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ സ്റ്റാലിൻ സാറിനെ മാറ്റിയിട്ട് ഒരു ഭരണം കൊണ്ടുവരാനായിട്ട് വിജയ് ഇറങ്ങുമ്പോൾ വിജയ്ക്ക് കിട്ടുന്ന 20 സീറ്റായാലും 30 സീറ്റായാലും 34 സീറ്റായാലും അതിനപ്പുറം കിട്ടാൻ സാധ്യതയൊന്നുമില്ല. 34 സീറ്റ് വരെ ആയാൽ പോലും അത് ഇപ്പുറത്തെ NDAക്ക് ഗുണമാകും. ഇത് ആണ് BJPയുടെ ദേശീയ നേതൃത്വം പ്രതീക്ഷ വച്ചിരിക്കുന്ന. ഇത്തവണ അണ്ണാമലയും പറഞ്ഞു, ഞങ്ങൾക്ക് ഭരണമല്ല, ഞങ്ങളുടെ പാർട്ടിയല്ല പ്രശ്നം, ഞങ്ങളുടെ നേതാക്കളും അല്ല പ്രശ്നം, ഞങ്ങൾക്ക് ഇത്തവണ DMK പിടിച്ചിറക്കി തകർത്ത് തരിപ്പണമാക്കണം എന്നവർ പറയുന്ന ഒരു കാരണമുണ്ട്. BJPയുടെ പ്രധാന മുദ്രാവാക്യം, അതാണ് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട കാര്യം കേട്ടോ. BJPയുടെ ഒരു പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് വൺ നേഷൻ എന്നുള്ളതാണ്. അതെ, മനസ്സിലായി? ഏതിലും അവർ പറയും വൺ നേഷൻ വൺ ഇലക്ഷൻ, വൺ നേഷൻ വൺ സ്ട്രാറ്റജി, അല്ലെങ്കിൽ വൺ പിന്നെ പോളിസി, ഇങ്ങനെ ഓരോന്നിലും വൺ സിസ്റ്റം അങ്ങനെയൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ ഈ വൺ നേഷൻ എന്നുള്ള തിയറി BJPക്ക് വളരെ അടിസ്ഥാനമായ ഒരു സാധനമാണ്. കാരണം പിന്നെ 600-ൽ പരം നാട്ടുരാജ്യ 600-ലധികം നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് പട്ടേല് നമുക്ക് ഒരു ഏകീകൃത ജിയോഗ്രഫിക്കലി ഇന്ത്യ ഉണ്ടാക്കി. കൾച്ചറലി ആ യോജിപ്പ് കോൺഗ്രസിന്റെ പീരീഡിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ BJPയുടെ വാജ്പേയി ഭരിച്ചപ്പോഴും ഇത് പൂർണ്ണമായി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ഈ തട്ടിക്കൂട്ടൊരു മന്ത്രിസഭ ഒരു പരീക്ഷണമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന് അസാധ്യമായ ഒരു സാധനം അദ്ദേഹം സാധ്യമാക്കുകയാണ് ചെയ്തത്. കാരണം അത്ഭുതം പോലെയാണ് നമ്മൾ പറയാറുണ്ട്, ഈ മുള്ളു മുരുക്ക് മുറുകൻ പാമ്പ് സകല വാജ്പേയിയുടെ ഒരു അഭ്യാസമായിരുന്നു. തന്റെ ഒരു ഇമേജ് കൊണ്ട് വളയത്തിൽ കൂടെയും വളയം ഇല്ലാതെയും ചാടി തന്റെ ഒരു ഇമേജ് വെച്ചിട്ട് കാണിക്കാവുന്ന ഒരു വലിയ അദ്ദേഹം ഒരു 13 ദിവസം 13 മാസം പിന്നെ 5 വർഷം വരുന്ന ഒരു മന്ത്രിസഭ അങ്ങനെ ഏതാണ്ട് തീർച്ചയായിട്ടും ഒരു 6 കൊല്ലം 6.5 കൊല്ലം അദ്ദേഹം പയറ്റി. അത് വലിയൊരു ഇടയ്ക്ക് അദ്ദേഹം വീക്കായി പോയി, കിടപ്പായി പോയി, അല്ലെങ്കിൽ വേറെ ശസ്ത്രക്രിയയൊക്കെ വന്ന് അദ്ദേഹം അങ്ങനെ അങ്ങ് പോയി. പിന്നെ കാർഗിൽ യുദ്ധം അതും അദ്ദേഹത്തിന് വളരെയധികം വേദനിപ്പിച്ചൊരു സംഭവം കാര്യമാണ്. പക്ഷെ അവിടെയൊക്കെ പിടിച്ചു നിന്നു. അപ്പൊ ഇതിനകത്തെ ഒരു ഫോക്കസ് എന്ന് ഞാൻ പറയുന്നത് ഈ നാഷണലിസം അല്ലെങ്കിൽ വൺ നേഷൻ എന്നുള്ള തിയറി അന്നൊന്നും നടപ്പിലാക്കാൻ പറ്റിയില്ല. അത് നരേന്ദ്രമോദി 2014 വന്നതിന് ശേഷമാണ് കൊണ്ടുവന്നത്. ഇതാണ് BJPയുടെ കോർ ഐഡിയോളജി എന്ന് പറയുന്നത്. അതായത് ദേശത്തെ ഒന്നായി കാണുക, ദേശഭക്തി, അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന രീതിയിൽ വരുന്ന, പിന്നെ അഖണ്ഡ ഭാരതം ഞാൻ മറ്റു പലതും ബംഗ്ലാദേശ് ബർമയോ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. ഇന്ത്യയിലേക്ക് 47 കൈ കിട്ടിയ ആ ഭാരതത്തെയെങ്കിലും കന്യാകുമാരി മുതൽ കാശ്മീർ ആ ഭാരതത്തെയെങ്കിലും ഭാരതമാക്കി നിലനിർത്തുക, അതാണ് പ്രധാനം. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വരുന്ന ആ ഭാരതത്തെ ഭാരതമായി ഏകീകൃതമാക്കി നിർത്തുക എന്നുള്ളതാണ് BJPയുടെ അടിസ്ഥാനം. ഇതിന് കടക്കൽ കത്തിവെക്കുന്ന 2 സംസ്ഥാനങ്ങൾ, 3 വേണമെങ്കിൽ പറയാം. അതിൽ 2 സംസ്ഥാനങ്ങളാണ് BJPക്ക് ഏറ്റവും വലിയ തലവേദന. അതിലൊന്ന് ബംഗാളാണ്, ഒന്ന് തമിഴ്നാട്. കാരണം ഇവർ ഈ പ്രാദേശികത്വം പറഞ്ഞുകൊണ്ട് പിന്നെ പ്രാദേശികവാദം ഉന്നയിച്ചു, ഭാഷാപരമായ ജാതീയമായത് പറഞ്ഞുകൊണ്ട്, പിന്നെ ദ്രവീഡിയൻ ആര്യൻ കൾച്ചർ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ തന്നെ സ്റ്റാലിൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ചെന്നൈ വേഴ്സസ് ഡൽഹിയാണ് ഈ ഇലക്ഷൻ എന്ന്. അതെങ്ങനെയാ വരുന്നത്? അപ്പോൾ തമിഴ്നാട് വേഴ്സസ് നോർത്ത് ഇന്ത്യ ആണ് ഈ ഇലക്ഷൻ എന്ന് വരുത്തി തീർക്കുകയാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇത് ഭാഷയ്ക്കെതിരെയുള്ളതാണ്, ഫെഡറലിസത്തിനെതിരെയാണ്. ഫെഡറലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. ഒരു ക്വാസി രീതിയിൽ വരുന്ന ഒരു ചെറിയ ഫെഡറൽ സംവിധാനം. അതായത് നമ്മുടെ
ഭരണകർത്താക്കൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രശില്പികൾക്ക് വളരെ വ്യക്തമായിരുന്നു, ഇന്ത്യയിൽ ഫെഡറലിസം കൊണ്ടുവന്ന ഇത് വീണ്ടും 600-650 പിരിഞ്ഞു പോകും. കാരണം ഇത്രയ്ക്ക് വ്യത്യസ്തമാണ്. പഴയ നാടുവാഴി ഭരണവ്യവസ്ഥ ഭാഷ വ്യത്യസ്തം, ആചാരം വ്യത്യസ്തം, അനുഷ്ഠാനം വ്യത്യസ്തം, എല്ലാം വൈവിധ്യമാർന്ന എല്ലാം വൈവിധ്യമാണ്. അപ്പൊ ഇതിൽ ഫെഡറലിസം കൊടുത്താണ്ടല്ലോ, ഇത് പൂത്തിരി പോലെ കത്തി അങ്ങ് മലക്കും, പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടില്ല. അതുകൊണ്ട് ഫെഡറലിസം എന്ന് പറയുന്നത് ഒരു ഭംഗിവാക്ക്. ഫെഡറലിസം ഇല്ല അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ ക്വാസി ഫെഡറലിസത്തിന്റെ ഒരു സംവിധാനമേ ഉള്ളൂ. അതിനകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് വിദ്യാഭ്യാസം, പിന്നെ പ്രാദേശിക ഭരണത്തിന്റെ കാര്യങ്ങൾ, പോലീസ്, ആരോഗ്യം, അതുപോലെ തന്നെ സാംസ്കാരികം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ സംസ്കാരം നിലനിർത്തുന്നതിന് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. തമിഴിന്റെ സംസ്കാരം നിലനിർത്തുക, തമിഴിന്റെ ഭാഷ നിലനിർത്തുക, അനുഷ്ഠാനങ്ങൾ അത് നടത്തണം. ബംഗാളികളുടെ ഭാഷ, അവരുടെ ആചാരം, ഇതൊക്കെ നിലനിർത്തണം. അതിനപ്പുറമായിട്ട്, അതായത് ബംഗാളികൾക്ക് ബംഗാളി ഭാഷ വലിയ വീക്ക്നെസ് ആണ്, തമിഴിന്റെ ഭാഷ വലിയ വീക്ക്നെസ് ആണ്. ഇത് മുതലെടുത്തുകൊണ്ട് ഇതിനെ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ 2 സംസ്ഥാനങ്ങളാക്കി, വൺ നേഷൻ തിയറിയിൽ നിന്ന് പൊളിച്ചെടുക്കുന്ന 2 സംസ്ഥാനങ്ങളാക്കി ഇവർ നിർത്തുന്നു. ഇതാണ് BJPക്കുള്ള ഏറ്റവും വലിയ ദേഷ്യം. അതിനാണ് അവർ ഈ തവണത്തെ ഇലക്ഷൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ അവർക്ക് വിജയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി തീർച്ചയായിട്ടും ഈ ഒരു ആശയത്തിനെ പൊളിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് വേറെ ഒന്നിനും ഇത്രയും പ്രശ്നമില്ല. ആന്ധ്രയ്ക്ക് ഇത്രയും പ്രശ്നമില്ല, കർണാടകയ്ക്ക് ഇത്രയും പ്രശ്നമില്ല, പോണ്ടിച്ചേരിക്ക് ഇത്രയും പ്രശ്നമില്ല, ഗോവയ്ക്ക് ഇത്രയും പ്രശ്നമില്ല, കേരളത്തിന് പ്രശ്നമില്ല. ഇതിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് സ്റ്റാലിനും DMK ആണ്. കാരണം അവർക്ക് 39 സീറ്റുകളുടെ എണ്ണം കൂടുതലാണ്. 39 സീറ്റ് ഉണ്ട്. അത് 39 തൂത്തുവർക്ക് ചിലപ്പോൾ കിട്ടും. ഇത്തവണ അങ്ങനെ കിട്ടിയിരിക്കുന്നു. TMC അതുപോലെ തന്നെ 10-40 സീറ്റ് അവര് ഒറ്റയടിക്ക് പിടിക്കുന്നു. അപ്പൊ ഇന്നിപ്പോ കോൺഗ്രസ് കഴിഞ്ഞ ഏറ്റവും വലിയ പാർട്ടി ഞങ്ങളാണെന്നല്ലേ പറഞ്ഞു പ്രതിപക്ഷത്തെ. അപ്പൊ ആ വിധ ശക്തികളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇത് പൊളിച്ചില്ലെങ്കിൽ, ഈ 2 കക്ഷികളെ പൊളിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ അഖണ്ഡത അവരുദ്ദേശിക്കുന്ന ഐക്യം നിലനിർത്തുക പാടാണെന്നുള്ളതാണ്. അതിനു കൂടെയാണ് ഈ ഇലക്ഷൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പോൾ സാർ, ഈ ശരിക്കും ബംഗാളിലെ 1ാം ഘട്ടവും തമിഴ്നാട്ടിലെ ഈ ഒരു ദിവസം കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാരണം ഇന്ത്യയുടെ ഒരു നിലനിൽപ്പ്, അതായത് ആവശ്യമില്ലാത്തൊരു മുദ്രാവാക്യം ഉയർത്തുന്ന. ഇപ്പം മമതാ ബാനർജിയുടെ പരിപാടി എന്താ? ഞാൻ ബംഗാളിയാണ്, ബംഗാളി ഭാഷ സംസാരിക്കുന്നു. ബംഗ്ലാദേശുകാരൻ ബംഗാളി സംസാരിക്കുമ്പോഴും എനിക്ക് വികാരം കൊള്ളും. അതെങ്ങനെയാണ് വികാരം കൊള്ളണ്ടേ? രാഷ്ട്രം രണ്ടായി പോയി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ പറയാൻ പാടുണ്ടോ? അതൊക്കെ തന്നെ വളരെ ചീപ്പായത്, നമ്മുടെ ദേശത്തിനെ അപമാനിക്കുന്നതുമായ പ്രൊപ്പഗൻഡാന്നേ പറയാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ദേശത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതിനകത്തുണ്ടാവും. ഇതാണ് അതിനകത്തെ പ്രശ്നങ്ങൾ. ഇതുപോലെ നിൽക്കുന്ന ഒരു സ്ഥലം പിന്നെ കാശ്മീരേ ഉള്ളൂ. കാശ്മീർ പിന്നെ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് അവരുടെയും കയ്യിലല്ല. അവിടുത്തെ ഉമർ അബ്ദുള്ളയുടെയോ ഫറൂഖ് അബ്ദുള്ളയുടെയോ ഒന്നും കയ്യിലല്ല. കാരണം അത് തീവ്രവാദികൾ ഇങ്ങോട്ട് നുഴഞ്ഞു കയറി ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇവര് ചില സോഫ്റ്റ് സമീപനം ചിലത് നിലനിൽക്കാൻ വേണ്ടിയിട്ട്, കാരണം അവിടെ മുസ്ലിങ്ങളാണ്. പക്ഷെ എങ്കിലും എനിക്ക് ഒരു വ്യത്യാസം തോന്നുന്നു സാർ, ഒമർ അബ്ദുള്ളയുടെ ഒക്കെ വാക്കുകളിൽ വലിയ മാറ്റം വന്നു, ഒരുപാട് മാറ്റം വന്നു. അവര് ഇപ്പം പിന്നെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോഴാണ് ശരിയായ വികസനം എന്താണെന്ന് അവർക്ക് കിട്ടിയത്. ഇന്ത്യ ഗവൺമെന്റ് നമ്മളോടൊപ്പം നിന്നാലുള്ള ഗുണം എന്താണെന്ന് അവർക്ക് മനസ്സിലായി. അതിന്റെ മാറ്റം അവരിലുണ്ട്. അങ്ങനെ ഇതൊന്നും അടിച്ചും തല്ലിയും തലകീറിയും വെടിവെച്ച് പോകേണ്ടതല്ല. വാസ്തവത്തിൽ ഇതൊന്നും ഇപ്പൊ തിരിച്ചറിയാത്തത് നമ്മള് മമതയും സ്റ്റാലിനുമാണ്. അതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും പ്രത്യേകമായി ഫോക്കസ് ചെയ്തുകൊണ്ട് എന്തായാലും നമുക്ക് പ്രത്യേകമായ ഒരു സമരം തന്നെ BJP നയിക്കുന്നത്. അത് ബാലറ്റ് പെട്ടിയിലൂടെ വരണം. മെയ് 4-ാം തീയതി അറിയാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.